ഒരു സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴേ ഇനി 2-3 ദിവസത്തിന് 4 ദിവസത്തിന് ഒരു വീഡിയോ ചെയ്യാനാവൂല എന്ന് കരുതിയിട്ടാ വീഡിയോ ചെയ്യാറില്ല. പക്ഷെ ദിവസം ഒരു 2-3 UDFന്റെ എരപ്പിടിച്ചത് പൊതുജനം ചർച്ച ചെയ്യുമ്പോഴേ അതിനൊന്ന് പ്രതികരിക്കാഞ്ഞാൽ പോയാല് നമ്മളൊന്നും പൊതുപ്രവർത്തകരല്ലാതെ പോയി. മാങ്കൂട്ടം 2 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് ഇത് എന്നോ വന്നതാണ്. പക്ഷെ പൊന്തി വരുന്ന ഇപ്പോഴാന്നുള്ളൂ. 11ഓളം കോൺഗ്രസിലെ നേതാക്കൾ കംപ്ലൈന്റ് ചെയ്തിട്ട് അതിനൊരു നടപടി എടുക്കാൻ സ്വീകരിക്കാതെ അതിന് ഗർഭം കലക്കാൻ വേണ്ടിങ്ങാണ്ട് കൂട്ടു നിൽക്കുന്ന സഹപ്രവർത്തകൻ നമ്മളെ വടകര MLA സാഫി പറമ്പില് ആ മെസ്സേജ് ഇന്നലെ വന്നപ്പോ കണ്ടപ്പോ 10 പെൺകുട്ടികളുടെ വീട്ടിക്ക് കുട്ടികളെ ഈ KFCയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ മക്കളെ സ്നേഹിക്കണോല. ഈ MSF വർഗീയത പറഞ്ഞുകൊണ്ടും തട്ടമാണ് പ്രശ്നം, തട്ടല്ല പ്രശ്നം, നിങ്ങളെ മനസ്സാണ് പ്രശ്നം. വർഗീയത STPയും പോപ്പുലർ ഫ്രണ്ടിനെയും കാട്ടും വലിയ വർഗീയവാദിയായി കണ്ട് ഈ നാട്ടിലെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSFും മാറുമോ? മുസ്ലിങ്ങളായ മനുഷ്യരെ അതിനെ എതിർക്കേണ്ടത് അത്യാവശ്യമാണ്. സംഘപരിവാറിനെ RSന് ഹിന്ദുക്കളെ എങ്ങനെ അകറ്റി നിർത്തുന്നു, അതുപോലെ മുസ്ലിം സമുദായം ഈ 3 സംഘടനകളിൽ മാറ്റി നിർത്താൻ ഞാൻ മുസ്ലിം സമുദായത്തിന് വലിയ വിപത്തുകൾ വരാൻ പോവാണ്. കാരണം ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാത്തിനും 9.5 വർഷം ഭരണമില്ലാതെ ആയപ്പോ സഹകരണ ബാങ്കിന് ഒഴിവില്ല, ജില്ലാ പഞ്ചായത്തിന് ഒഴിവില്ല, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒഴിവില്ല, സഹകരണ ബാങ്കുകളും മുഴുവൻ കൊള്ളയടിക്കുക. ലൈഫിൽ കൊടുത്ത വീട് വരെ കുഷ്ഠരോഗിന്റെ പോക്കറ്റിൽ നിന്ന് കപ്പി തിന്നുന്ന പോലെ ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ നേതാക്കളായിട്ട് കേരളത്തിലെ UDF മാറിയിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരെ ജനങ്ങൾ വെറുക്കണത് ഇവരെ പോലെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്നവന് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയത്തെ കൊണ്ട് മലിനമാക്കി എല്ലാ വൃത്തികേടിന്റെ അവസാനത്തെ വാക്ക് രാഷ്ട്രീയ നേതാവാകുക എന്നുള്ളതിന്റെ തെളിവാ മാൻകൂട്ടം. നമ്മളിപ്പോ ചിന്തിക്കണ്ട്. ഇന്നലെ പാലക്കാട് പ്രകടനം നടത്തിയത് നമ്മൾ കണ്ടു. 10-11 പൂവൻകോഴിക്കളെ വെച്ചിട്ട് ഓന്റെ ഒരു കോഡ് വാസം ഉണ്ടായ രപ്പന്റെ ഊക്ക എന്ന് അറിയാം. പക്ഷെ ഓന്റെ ഊക്ക് എന്താന്നുള്ള മലപ്പുറക്കാർക്ക് ശരിക്കും അറിയില്ലേനും ഇപ്പൊ അറിഞ്ഞോളും. ഇനി ആ ഊക്കൽ വിദഗ്ധൻ ആകഞ്ഞി മെസ്സേജ് ചെയ്യാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ ബാക്കിയുള്ളൂ. വേറെ ഉള്ളവർക്കും മുഴുവൻ മെസ്സേജ് ചെയ്തു. 10 യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരും പെണ്ണുങ്ങളും മക്കൾക്കും ഒക്കെ മെസ്സേജ് ചെയ്യലാണ് ഇവര് പണി. മുരളീധരൻ പണ്ട് പറഞ്ഞല്ലോ, ഏത് രാത്രി 12 മണിക്ക് ദിവസം കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കണ ഈ ഊളകളെ പൊതുസമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യൽ കാലത്തിന്റെ ആവശ്യം. കാരണം എന്താ പറയുക, MSFും KSUം അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ രാജ്യത്തിന് അപകടകരമായുള്ള നിലപാട് കൂടെ കടന്നു പോകുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ വടകര മറ്റപ്പടിക്ക് വിരിച്ചതൊക്കെ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോ അതൊന്നും കൊടുക്കലും വേണ്ടപ്പോ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും വിരിച്ചൊന്നുമില്ല. അവിടെ മറ്റൊരു 100 വീട്, കർണാടക മുഖ്യമന്ത്രി 100 വീട്, ഇതൊക്കെ ഇപ്പോ വെള്ളത്തിൽ വരട്ട വാരിയായി. ഇനി ആലോചിച്ച് നോക്കുക, മറ്റൊരു സ്ഥലം വാങ്ങി അതും കട്ടു. ഇതൊക്കെ പോയാൽ നിങ്ങൾക്ക് നല്ല എന്താ വെച്ചാല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ്സുകാരെയും യൂത്ത് ലീഗുകാരും MSFനെയും KSUവിനും ഒക്കെ ഇനി വരാൻ പോണ നല്ലൊരു ഹോസ്പിറ്റലിന്റെ കേസുണ്ട് കേരളത്തിൽ. മയക്കുമരുന്നിന് അടിമയായ പോലെ ചികിത്സിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും അതിന്റെ അപ്പുറത്ത് ഗർഭം കലക്കിയായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയ ഈ സംഘടനയിൽ വരുന്ന നിങ്ങൾ തൊണ്ടറാസുക്കും ബാംഗ്ലൂർക്കും ഒന്നും പോകണ്ട. മദ്യം വരാൻ വേണ്ടിയാണ് വടകര MP വല്ലാതെ പ്രയാസപ്പെടും വേണ്ട. അപ്പൊ ഇങ്ങോട്ട് പറയാനുള്ളത്, കാലത്തിന്റെ ചവിറ്റുകൊട്ടേക്ക് ജനങ്ങൾ ചവിട്ടികളാണ് വെച്ചിരണം. ആ DYFIക്കാർ ചോറും പൊതി കൊടുത്തപ്പോഴേയും വീട്ടിൽ കയറ്റാൻ പറ്റൂല, അവർ ചോറും ചോദിച്ചു വരുന്ന ഇതിനാണ്. ഇന്ത്യയിൽ 28 സ്റ്റേറ്റില്, ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശത്തും ഇന്ന് വെള്ളപ്പട്ടാളത്തിന്റെ പേരാണ് ഈ DYFI. പാവപ്പെട്ട രോഗികൾക്കും ഓരോ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കണ്. കക്ക മുക്ക നക്കല. കേരളത്തിന്റെ ദുരിതം വിറ്റ് തിന്നുന്ന UDF ചിന്തിക്കേണ്ടത് നിങ്ങള് കേരളത്തിന്റെ ശാപാണ് എന്നുള്ള മനസ്സിലാക്കാദ്യം. നിങ്ങൾ DYFIനെ ആളെ കുറ്റം പറയാണ്ട് ഊക്ക നടന്ന് പോകാനാണ് റോഡിൽ ഇറങ്ങിപ്പോ ഊക്ക നടക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ ദൈവം കുറെ ബഗ്ഗിയു, ഇപ്പൊക്കെ അപ്പളെ കിട്ടുകയാണ്. ഇനി ഓനോട് വേറെ വല്ല പണിക്കും പോകാൻ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. പാലക്കാടിലെ MLA സ്ഥാനം രാജിവെച്ചിട്ട് ഓനോട് ഇനി ഈ ഊക്കണ പരിപാടിക്ക് പോകാൻ പറഞ്ഞാൽ മതി. അതിന് ബെസ്റ്റ് ഊക്കലുകാരനാണ് ഓന്. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് UDFനെ ഒരു കാരണവശാലും ഈ തറവാടില്ലാത്ത ഈ വൃത്തികെട്ട ജന്മങ്ങളെ കേരളത്തിന്റെ അധികാര കസാനിലേക്ക് കൊണ്ടുവരാതെക്കാൻ നോക്കുക. നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും കേരളം മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ഇനി UDFന്റെ കയ്യിലിട്ട കേരളത്തില് ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനം കേരളമായിട്ട് മാറും. അതുകൊണ്ട് ഈ സാമൂഹ്യ ദ്രോഹികളെ കേരളത്തിന്റെ ചവിറ്റുകൊട്ടിലേക്ക് നീക്കാൻ വേണ്ടി നിങ്ങളും ഞാനും ഒന്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.